ചേട്ടൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ചേട്ടന്റെ ബഡ്ജറ്റിന്റെ പകുതി മതി, ഈ പറഞ്ഞതെല്ലാം വാങ്ങാം. അതെങ്ങനെ? അതാണ് TJM ഹോൾസെയിൽ മാജിക്. പാലക്കാട്ടെ ഏറ്റവും വലിയ ഹോൾസെയിൽ ബ്രൈഡൽ ജ്വല്ലറി TJM Gold and Diamonds Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. കേരളത്തിൽ UDFന് അനുകൂലമായ ശക്തമായ തരംഗമാണ് വീശുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. വടക്കാഞ്ചേരി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി PN വൈശാഖിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാവപ്പെട്ടവനെ ശത്രുപക്ഷത്ത് നിർത്തി ഭരിക്കുന്ന പിണറായി സർക്കാരിൽ നിന്നും ജനങ്ങൾ മോചനം ആഗ്രഹിക്കുന്നുവെന്നും വടക്കാഞ്ചേരി ഇത്തവണ UDFനൊപ്പം നിൽക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാവരും നിറഞ്ഞ സദസ്സിൽ കൈയടിച്ചുകൊണ്ട് അദ്ദേഹത്തെ വരവേൽക്കുന്നതിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട AICCയുടെ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ KC വേണുഗോപാൽ ഇതാ PN വൈശാഖിന്റെ വിജയത്തിന് വേണ്ടി വോട്ടഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ഇതാ ഇവിടെ കടന്നു വരുന്നു. ചുരുങ്ങിയ കാലത്തെ മികവുറ്റ പ്രവർത്തനം കൊണ്ട് ഏവരുടെയും പ്രീതി നേടിയെടുക്കാൻ KCക്കായി പ്രതിസന്ധി ഘട്ടങ്ങളിൽ കോൺഗ്രസിന്റെ പ്രതീക്ഷ അർപ്പിക്കുന്ന ദേശീയ നേതാവെന്ന നിലയിലുള്ള KC വേണുഗോപാലിന്റെ ഉയർച്ച സംഘടനാ തലത്തിൽ പുതിയ ചരിത്രം കൂടിയാണ് ചേർക്കുന്നത്. പാർലമെന്ററി രാഷ്ട്രീയ രംഗത്തും ഭരണതലത്തിലും തന്റേതായ ശൈലിയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച KC വേണുഗോപാൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ മതേതര മുഖമാണ്. നിയമസഭയിലും ലോക്സഭയിലും രാജ്യസഭയിലും അംഗമായി ശോഭിക്കാൻ രാഷ്ട്രീയ കേരളത്തിന് ഒരിക്കലും മറക്കാനാവാത്ത വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ നായകനായിരുന്നു KC സംസ്ഥാന പ്രസിഡന്റായിരുന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും വികൃതമായ മുഖം ശരിയാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് PR ഏജൻസികൾ പറഞ്ഞതനുസരിച്ച് TV-യിൽ പരസ്യം കൊടുക്കുന്നതിന് സാമ്പത്തിക പ്രതിസന്ധിയില്ല. മുഖ്യമന്ത്രി സഞ്ചരിക്കാൻ കോടികളുടെ വിലയുള്ള 3 കാറുകൾ വാങ്ങുന്നതിന് സാമ്പത്തിക പ്രതിസന്ധി ഇല്ല. 300 കോടിയോളം രൂപയാണ് PR ഏജൻസി പറഞ്ഞതനുസരിച്ച് പരസ്യം കിഫ്ബി വഴി പരസ്യമാണ്. നിങ്ങൾ സീരിയലൊക്കെ കാണുന്നവരായിരിക്കുമല്ലോ, സീരിയലിൽ പോലും പരസ്യം കണ്ടുകൊണ്ടിരിക്കില്ലല്ലോ. ആളുകൾ ഈ കഥാപാത്രം പറഞ്ഞ ഇപ്പം പറയുന്നുണ്ടോ? ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷം അതില്ല, നിന്നു. കാരണം കോടൊക്കെ ഉണ്ടാക്കി വന്നോണ്ട്. അതുപോലെ സീരിയലിലെ കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സീരിയലിൽ കാണാം ആശുപത്രികളെ കുറിച്ച് പറയുന്നത് 5 സ്റ്റാർ സ്റ്റൈലുള്ള ആശുപത്രിയാണ്. പിന്നെ ആശുപത്രി സർജറിക്ക് പോയ കത്രിക സമാനമായി വയറ്റി തരുന്ന ആശുപത്രി ഉള്ള നാട്ടിലാണ് 5 സ്റ്റാർ. ഒരു സ്ത്രീ 5 കൊല്ലം കത്രികയും കൊണ്ട് വയറ്റിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ ഒന്നല്ല 2 സ്ത്രീ കോഴിക്കോടും കണ്ടു. നിങ്ങളും ആലോചിച്ച് നമ്മളാണ് ആ സ്ഥാനത്തെങ്കിലും ആലോചിച്ച് 5 കൊല്ലം ഈ കത്രികയും വയറ്റിലിട്ടിട്ട് നടക്കുക. എന്താ സമാധാനം പറയുക? പിന്നെ ഒരു കൊച്ചു കുഞ്ഞിന്റെ കൈ ഒരു കാലില്ലാതെ വെട്ടിമാറ്റി കൈയില്ലാതെ കുഞ്ഞായി മാറുക. ഇതാണ് 5 സ്റ്റാർ ആശുപത്രി പരസ്യം കൊടുത്തത്. പരസ്യം വേറെ, യാഥാർത്ഥ്യം വേറെ. ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ പരസ്യത്തിന് പൈസ ഉണ്ട്, കൃഷിക്കാരന്റെ പെൻഷൻ ചോദിച്ചാൽ അതിന് പൈസയില്ല. അപ്പൊ അവന് വെട്ടി കടും വെട്ടി. ഇത് ജനദ്രോഹ സർക്കാരാണ്. ഇന്നിപ്പം കണ്ടില്ലേ നിങ്ങൾ? ഞാനിപ്പോ തൃശ്ശൂരിലെ പത്രക്കാരെ കണ്ടപ്പോ പറഞ്ഞു, ഈ സർക്കാർ യഥേഷ്ടം അനുവദിച്ച ഒരു കാര്യമുണ്ട്. നിങ്ങൾക്കറിയോ? അത് ഒരു മുടക്കമില്ലാതെ ഏറ്റവും കൂടുതൽ 368 ബാറുകളാണ് ഈ 10 കൊല്ലം കൊണ്ട് അധികമായിട്ട് അനുവദിച്ചിരിക്കുന്നത്. UDF അധികാരത്തിൽ വരും. കേരളത്തിലെ മാരക രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക് 25 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് നൽകുന്ന, നേരിട്ട് ആശുപത്രി എത്തിക്കുന്ന പദ്ധതി, ബില്ലില്ലാത്ത ആശുപത്രി ഉണ്ടാക്കുന്ന പദ്ധതി ഉമ്മൻചാണ്ടിയുടെ പേരിൽ UDF നടപ്പിലാക്കും. പിണറായിയെ മാറ്റിയാൽ പെൻഷൻ ഇല്ലാതാവും. പിണറായിയെ മാറ്റിയാൽ ഇപ്പൊ കിട്ടുന്ന 1600 രൂപ 3000 രൂപയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ വീട്ടിൽ പോയി പറയേണ്ടത്. ഇത് വാഗ്ദാനമല്ല, ഉറപ്പാണ് UDFന്റെ. ആ ഉറപ്പ് ഓരോ വീട്ടിലേക്കും എത്തിക്കാനുള്ള ഉത്തരവാദിത്വമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. ഇതൊക്കെ ഏറ്റെടുത്ത് നടത്തിയാൽ ഒരു സംശയവും വേണ്ട, നമ്മൾ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കും. വടക്കാഞ്ചേരി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ കൊച്ചുനാളിലായിരിക്കുമ്പോൾ KS നാരായണൻ നമ്പൂതിരി ദീർഘനാൾ MLA ആയി നിന്ന നാടാണ് വടക്കാഞ്ചേരി.
കോൺഗ്രസിൻ്റെ ഒരു മുഖമായിരുന്നു. അത് കഴിഞ്ഞ് അനിലക്കര നമ്മുടെ ഫൈറ്റർ ഈ മണ്ഡലത്തിൽ MLA ആയി. നമുക്ക് കൈവിട്ടുപോയി. പിന്നെ CN ബാലകൃഷ്ണൻ നമ്മുടെ ഏറ്റവും പ്രഗത്ഭനായ തൃശ്ശൂരിൻ്റെ ഏറ്റവും വടക്കുതിര, കോൺഗ്രസിൻ്റെ അഭിമാനമായിരുന്നു. കെ കരുണാകരൻ്റെ, നമ്മുടെ ആരാധ്യനായ നേതാവ് കെ കരുണാകരൻ്റെ ഏറ്റവും തട്ടകത്തിൽ ആ കരുണാകരൻ്റെ തീരുമാനങ്ങളും നടപടികളും നടപ്പിലാക്കാൻ നേതൃത്വം കൊടുത്ത ധീരനായ നേതാവ്. അദ്ദേഹം മന്ത്രിയായ മണ്ഡലമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇപ്രാവശ്യം ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ ചർച്ചകൾ വന്നപ്പോൾ 2-3 പേരുകൾ പരിഗണിക്കപ്പെട്ടിരുന്നു. അവരുടെ പേര് ഇവിടെ പറയാതെ പോകുന്നത് ശരിയാവില്ല എന്നിരിക്കുന്നു. ശ്രീ അജിത് കുമാർ മുണ്ടത്തിക്കോടിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് വർഷങ്ങളായിട്ട് ഞാൻ KSU പ്രസിഡന്റായിരിക്കുമ്പോൾ താലൂക്ക് KSU പ്രസിഡന്റായിട്ട് എല്ലാ വിദ്യാർത്ഥി പ്രശ്നങ്ങളിലും ധീരമായി പോരാടിയ ഏറ്റവും വികാരപരമായ അടുപ്പമുള്ള എൻ്റെ സഹപ്രവർത്തകരാണ് അജിത്. പാർട്ടി പരിഗണിച്ച ഏറ്റവും നല്ല പേരുകളിൽ വരുന്നത്. അതുപോലെ KSU യൂത്ത് കോൺഗ്രസിന്റെ പോരാട്ടങ്ങളിൽ ശക്തമായി പോരാടിയിട്ടുള്ള ശ്രീ രാജേന്ദ്രൻ അരങ്ങത്ത്. അതുപോലെ തന്നെ ഈ 2 നേതാക്കന്മാരും ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ സദാ യോഗ്യരാണ്, അർഹതപ്പെട്ടവരാണ്. നമ്മുടെ DCC പ്രസിഡന്റായിരുന്ന ജോസ് വള്ളൂർ, പിന്നെ എന്ത് ത്യാഗത്തിനും എപ്പോഴും സന്നദ്ധനായിട്ടുള്ള പാർട്ടിയാണ് മുഖ്യമെന്ന് പറഞ്ഞ് എപ്പോഴും നിൽക്കുന്നവരാണ് ജോസ്. കോൺഗ്രസിനെ നമുക്കുള്ള ചില ഘട്ടങ്ങളിലുള്ള ഒരു പരിമിതി എന്താണെന്ന് ചോദിച്ചാൽ ആരാണ് മെച്ചെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തവണ്ണം തലയെടുപ്പുള്ള ഒരു നേതാക്കളുടെ നിരയാണ് കോൺഗ്രസിന്. ഒന്നിനൊന്ന് മെച്ചമെന്ന് പറയാവുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളിവിടെ തീരുമാനിച്ചത് നമുക്ക് ചെറുപ്പക്കാർക്കും കൂടെ കുറെ പ്രവർത്തനം കൊടുക്കണം, യൂത്ത് കോൺഗ്രസിന് കൊടുക്കണം, KSUവിന് കൊടുക്കണം. ഒരു ലിസ്റ്റാവുമ്പോൾ എല്ലാ ഭാഗത്തെയും ഉൾക്കൊള്ളണം. അതുകൊണ്ട് നമ്മൾ പരിഗണിച്ചത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അഖിലേന്ത്യാ തലങ്ങളിൽ വർക്ക് ചെയ്യുന്ന സൗമ്യനാണ്, കണ്ട പാവമാണ്, വളരെ ആത്മാർത്ഥതയുള്ളവരാണ്, വിദ്യാർത്ഥി സമര പോരാട്ടങ്ങളിൽ പക്ഷേ എതിരാളികൾക്ക് മുന്നിൽ പതറാതെ ചാഞ്ചല്യമില്ലാതെ ധീരമായി പോരാടുന്ന നേതാവാണ്. അങ്ങനെയുള്ള വൈശാഖിനെ ആകട്ടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് മറ്റേ ഞാൻ അവരെ 2 പേരെയും പറയാൻ ആഗ്രഹിക്കുക. വൈശാഖ് ജയിച്ചാൽ വൈശാഖ് മാത്രമായിരിക്കില്ല ജയിക്കുന്നത്, ഐക്യ ജനാധിപത്യ മുന്നണിയിൽ കോൺഗ്രസുമായിരിക്കും ജയിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ആ ജയത്തോടൊപ്പം ജയിക്കുന്നത് ഞാനിവിടെ പറഞ്ഞു, അജിത്തായാലും രാജേന്ദ്രനായാലും ഇവിടെ പറഞ്ഞ ജോസായാലും ജയിക്കുന്ന MLAയോടൊപ്പം തത്തുല്യമായ നിലയിൽ കേരള രാഷ്ട്രീയത്തിൽ നിലകൊള്ളുമെന്നുള്ള കാര്യം ഞാനിവിടെ ഈ ജനാവലിയെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നുമായി ഞാൻ വികാരപരമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. കൺവെൻഷൻ UDF പ്രവർത്തകരുടെ വൻ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. കഴിഞ്ഞ 10 വർഷമായി നാടിനെ നശിപ്പിക്കുന്ന ഇടതു സർക്കാരിനെതിരെയുള്ള വികാരം വടക്കാഞ്ചേരിയിൽ UDFന്റെ വിജയം ഉറപ്പാക്കുമെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. അതിനായി എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും സ്ഥാനാർത്ഥി PN വൈശാഖ് യോഗത്തിൽ അഭ്യർത്ഥിച്ചു. കൃത്യമായി എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് വെച്ച് ഞാൻ ഉറപ്പു നൽകുന്നു, എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, നിങ്ങളിൽ ഒരാളായി നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നൽകുന്നു. കേരളം മാറുമ്പോൾ വടക്കാഞ്ചേരിയും മാറും. അതിന് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് UDF കേരളം പിടിക്കും, വടക്കാഞ്ചേരി പിടിക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും പൂർണ്ണ പിന്തുണയുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് നിസ്സംശയം ഇത് തിരിച്ചു പിടിക്കാൻ ഈ മെയ് മാസം 4-ാം തീയതി പെട്ടി പൊട്ടിക്കുമ്പോ വടക്കാഞ്ചേരി എന്ന് പറയുന്നത് കേരളത്തിൽ കോൺഗ്രസിന്റെ പൊന്നാമര കോട്ടയാണ്, UDFന്റെ പൊന്നാമര കോട്ടയാണ് എന്ന് ഉറപ്പിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരുടെയും പിന്തുണയുണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, ജയ് ഹിന്ദ്. UDF നിയോജക മണ്ഡലം ചെയർമാൻ NA സാബു അധ്യക്ഷത വഹിച്ചു. കൊടിക്കുന്നിൽ സുരേഷ് MP, AICC സെക്രട്ടറി സഞ്ജയ് ദത്ത്, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു.
KPCC ജനറൽ സെക്രട്ടറിമാരായ MP വിൻസെന്റ്, ജോസ് വള്ളൂർ, അനിൽ അക്കര, മുതിർന്ന നേതാവ് O അബ്ദുൾ റഹ്മാൻ തുടങ്ങി പ്രമുഖ UDF നേതാക്കളും ജനപ്രതിനിധികളും കൺവെൻഷനിൽ സംബന്ധിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നാലെ മണ്ഡലത്തിൽ പ്രചാരണം ശക്തമാക്കാനാണ് UDFന്റെ തീരുമാനം. UDF സിന്ദാബാദ്, UDF സിന്ദാബാദ്, UDF സിന്ദാബാദ്. അടുത്തതായി നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ PN വൈശാഖ് നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. You are watching VCV News.